മാടായി കോളേജ് നിയമന തർക്കത്തിൽ കെ രാഘവൻ എംപിയെ തടഞ്ഞതിന് നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടു. കണ്ണൂർ ഗസ്റ്റ് ഹൌസിലെത്തിയാണ് വി സതീഷിനെ കണ്ടത്. കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ, കെ ശശി തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ടത്. മനോജ് മയിൽ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. മനോജ്, എന്താവശ്യം ഉന്നയിച്ചാണ് ഇവർ പ്രതിപക്ഷ നേതാവിനെ കണ്ടത്? ഈ ചർച്ചയിൽ എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ? എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കൃഷ്ണന്തു, മാടായി കോളേജിലെ നിയമന തർക്കം കണ്ണൂർ ജില്ലയിൽ കോൺഗ്രസിനെ ആകെ ഉലച്ചിരിക്കെയാണ് എംപിയെ തടഞ്ഞതിന് നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവ് വി സതീഷിനെ കണ്ടത്. ഇന്ന് രാവിലെ കണ്ണൂർ ഗസ്റ്റ് ഹൌസിലാണ് ഈ കൂടിക്കാഴ്ച നടന്നത്. കോൺഗ്രസ് കുഞ്ഞിമംഗലം മണ്ഡലം വൈസ് പ്രസിഡന്റ് കെ സതീഷ് കുമാർ, കെ ശശി, വി പ്രകാശൻ, നിതീഷ് ബാലകൃഷ്ണൻ എന്നിവരാണ് പ്രതിപക്ഷ നേതാവിനെ കണ്ട് ചർച്ച നടത്തിയത്. ഈ മാടായി കോളേജിലെ നിയമനവുമായി ബന്ധപ്പെട്ട് ഉയർന്ന പരാതികൾ ഈ നടപടിക്ക് വിധേയരായവർ പ്രതിപക്ഷ നേതാവിനെ ധരിപ്പിച്ചു. ഇത് സംബന്ധിച്ച് നേരത്തെ നേതൃത്വത്തിന് പരാതി നൽകിയ കാര്യവും ഇവർ പറഞ്ഞു. 300-ലധികം പേർ ഒപ്പിട്ട പരാതി നേരത്തെ നേതൃത്വത്തിന് നൽകിയ കാര്യവും ഇവർ പ്രതിപക്ഷ നേതാവിനോട് പറഞ്ഞു. പരാതിയിൽ പറഞ്ഞ ആളുകൾക്ക് തന്നെയാണ് ഈ നിയമനം ലഭിച്ചിട്ടുള്ളത് എന്നത് തങ്ങളുടെ പരാതി ശരിവെക്കുന്നതാണ്, മാനദണ്ഡങ്ങൾ നോക്കിയാണ് ഈ നിയമനം എന്നൊക്കെ പറയുന്നത് തെറ്റാണ് എന്ന് ഇവർ സമർത്ഥിക്കുകയാണ് ചെയ്തത്. ഈ പരാതിയിൽ പറഞ്ഞ ആളുകൾക്ക് എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിയമനം നൽകിയതെന്നാണ് ഇവർ ചോദിക്കുന്നത്. ഈ റാങ്ക് ലിസ്റ്റ് പോലും ആരും കണ്ടിട്ടില്ല. ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെ ഇവർക്ക് നിയമനം നൽകുന്ന സമീപനമാണ് ഉണ്ടായത്. ഇത്രയും രൂക്ഷമായ പരാതി പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ പോലും പാർട്ടിയോട് ആലോചിക്കാതെ ഇവർക്ക് നിയമനം നൽകിയത് എന്തടിസ്ഥാനത്തിൽ എന്ന ഒരു ചോദ്യമാണ് പ്രതിപക്ഷ നേതാവിനോട് ഇവർ ചോദിച്ചത്. ഈ കെ രാഘവൻ MP ഉയർത്തിയ വാദങ്ങളെയെല്ലാം തള്ളിയാണ് ഇവർ പ്രതിപക്ഷ നേതാവിനെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുള്ളത്. MP-യെ തടയുകയായിരുന്നില്ല, പരാതി പറയാൻ എത്തിയതായിരുന്നു എന്നും ഇവർ പ്രതിപക്ഷ നേതാവിനെ അറിയിച്ചു. ആ ഘട്ടത്തിൽ ധിക്കാരത്തോടെയാണ് MP തങ്ങളോട് പെരുമാറിയത് എന്ന ഒരു പരാതി കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നടപടി പിൻവലിക്കണമെന്ന ആവശ്യവും ഇവർ മുന്നോട്ട് വെച്ചു. പാർട്ടി പ്രവർത്തനം നടത്തുന്ന തങ്ങൾക്കെതിരെ നടപടിയെടുത്തത് ശരിയായില്ല, ഇത് പിൻവലിക്കണം എന്നാണ് ഇവർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഈ വിഷയം പഠിച്ച് മറുപടി നൽകാം എന്നാണ് വി സതീശൻ ഇവരോട് പറഞ്ഞത്. കെ രാഘവൻ MP ഉൾപ്പെട്ട വിഷയമായതിനാൽ AICC-യുടെ നിലപാടും നിർണായകമാണ്. നേതാക്കളുമായി ഈ വിഷയം ചർച്ച ചെയ്യും, അതിനുശേഷം തീരുമാനം അറിയിക്കാം എന്നാണ് വി സതീശൻ ഈ നടപടിക്ക് വിധേയരായവരോട് പറഞ്ഞത്. ഇതൊരു പ്രാദേശിക വിഷയം, മാടായിലെ ഇതൊരു പ്രാദേശിക വിഷയം മാത്രമാണെന്നും ആ കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി പരിശോധിച്ച് വേണ്ട പരിഹാരം കാണും എന്നാണ് മാധ്യമങ്ങളെ കണ്ടപ്പോൾ പ്രതിപക്ഷ നേതാവ് വി സതീശൻ പറഞ്ഞത്. KPCC ഉടൻ തന്നെ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് പരിഹാരം കാണും എന്നാണ് പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിട്ടുള്ളത്. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് ഉൾപ്പെടെ ഈ വി സതീശനൊപ്പം ഉണ്ടായിരുന്നു, ഈ ചർച്ച നടക്കുമ്പോൾ ഉണ്ടായിരുന്നു. ഈ പ്രശ്നം രൂക്ഷമായിരിക്കെ ഇത് പരിഹരിക്കാൻ AICC-യുടെ ഇടപെടൽ KPCC-യും ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കെ രാഘവൻ MP-യുടെ ഭാഗത്ത് നിന്ന് വീഴ്ചയുണ്ടായി എന്നാണ് കണ്ണൂർ DCC-യുടെയും അതോടൊപ്പം തന്നെ KPCC-യുടെയും ഒരു പൊതു നിലപാടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ MP-യെ തടഞ്ഞത് ന്യായീകരിക്കുന്നില്ല എങ്കിലും ഈ പ്രതിഷേധത്തിലേക്ക് നയിച്ച കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്ന നിലപാടാണ് സംസ്ഥാന നേതൃത്വത്തിന്, ജില്ലാ നേതൃത്വത്തിനും സമാനമായ ഒരു നിലപാട് തന്നെയാണ്. ഇക്കാര്യത്തിൽ ഗ്രൂപ്പ് വ്യത്യാസമില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. അതോടൊപ്പം യൂത്ത് കോൺഗ്രസിലും വലിയ തോതിലുള്ള ചർച്ചകൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്, പ്രതിഷേധം നടക്കുന്നുണ്ട്. ഈ പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനത്തിൽ പാർട്ടി താല്പര്യങ്ങൾക്ക് വിരുദ്ധമായവരെ നിയമിക്കുന്നു എന്നാണ് DCC-യുടെയും KPCC-യുടെയും ഒക്കെ ഒരു വിലയിരുത്തൽ ഉണ്ടായിട്ടുള്ളത്. മാടായിൽ മാത്രമല്ല
ഈ പ്രശ്നം കണ്ണൂർ ജില്ലയിൽ ആകെ പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കുന്നതാണ് എന്ന് DCC വിലയിരുത്തിയിട്ടുണ്ട്. ഇക്കാര്യത്തിൽ ഇതേ തുടർന്നാണ് ഒരു അടിയന്തര ഇടപെടൽ KPCC നടത്തണമെന്നും DCC ഇന്നലെ തന്നെ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് സംബന്ധിച്ച കത്തും പാർട്ടിക്ക് നൽകിയിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനം എന്നതിന് പകരം MK രാഘവൻ MP മാടായി കോളേജിനെ സ്വന്തം സ്ഥാപനമാക്കി മാറ്റുന്നു എന്ന വിമർശനവും കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. സ്വന്തം സ്ഥാപനം എന്ന നിലയിൽ തന്നെയാണ് MK രാഘവൻ MP ഇതിനെ കാണുന്നത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഈ പ്രതിഷേധങ്ങൾക്കും കോലം കത്തിക്കലിനും പ്രവർത്തകരെ DCC ഇളക്കി വിടുന്നു എന്നാണ് MK രാഘവൻ MPയുടെ പ്രധാനപ്പെട്ട ഒരു പരാതി. ഇക്കാര്യം ഹൈക്കമാൻഡിനെയും അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ തന്നെ തടഞ്ഞു എന്നുള്ളതും കോലം കത്തിച്ചു എന്നുള്ളതും ഒരു നിസ്സാര പ്രശ്നമല്ല. അതിൽ പാർട്ടിയുടെ വലിയ തോതിലുള്ള ഒരു പിന്തുണ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. ഒരു അച്ചടക്ക ലംഘനം DCCയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്നാണ് MK രാഘവൻ MP ഹൈക്കമാൻഡിനെ അറിയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് കേരളത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി ഇക്കാര്യം നേരിട്ട് MK രാഘവൻ അറിയിച്ചു എന്നാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത്. KPCC പ്രസിഡന്റ് K സുധാകരന്റെ പരോക്ഷ പിന്തുണയും ഇവർക്ക് ലഭിക്കുന്നുണ്ട് എന്നാണ് MK രാഘവൻ MPയുടെ പരാതി. ഈ പ്രശ്നം പരിഹരിക്കാൻ 3-അംഗ സമിതിക്ക് രൂപം നൽകാനാണ് KPCCയുടെ ഇപ്പോഴത്തെ ഒരു തീരുമാനം. AICCയുടെ അനുമതി ലഭിച്ചാൽ ഇതിലെ അംഗങ്ങളെ തീരുമാനിക്കും. അതിനുശേഷം എല്ലാവരുമായി ചർച്ച നടത്തി ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക്, അതായത് ഈ പ്രതിഷേധം അവസാനിപ്പിക്കുക, പ്രശ്നം പരിഹരിക്കുക, അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ തോതിലുള്ള പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൊണ്ട് തന്നെ പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു ഇടപെടൽ AICCയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നാണ് ഇപ്പോൾ KPCCയുടെയും ആവശ്യം. അതിനാണ് ഇപ്പോൾ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുള്ളത്. അതിലെ അംഗങ്ങളെ ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ പാർട്ടി കേന്ദ്രങ്ങൾ പറയുന്നത്. കൃഷ്ണേന്ദു.